ലവ് ജിഹാദ്, മതപരിവർത്തനം തുടങ്ങിയവ തടയാനുള്ള നിയമം കൊണ്ടുവരാൻ മഹാരാഷ്ട്ര സർക്കാർ. നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഫഡ്നവീസ് സർക്കാർ 7-അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര DGP ആണ് സമിതിയുടെ അധ്യക്ഷൻ. ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബാലഗോപാൽ, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഈ മതപരിവർത്തനം തടയുന്നടക്കമുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ സമിതി രൂപീകരണം? എത്ര സമയത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം? ഉടനടി ഇത് പ്രാവർത്തികമാക്കുക എന്നതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ദിവിഷ്, ഈ സമിതിയുടെ രൂപീകരണം സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നലെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പ് പ്രകാരം ഈ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, ലവ് ജിഹാദ് തുടങ്ങിയവ തടയുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നതിനാണ്, ഈ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കുന്നതിനാണ് ഈ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്ര DGP നേതൃത്വം നൽകുന്ന ഈ സമിതിയിൽ മറ്റ് വിവിധ വകുപ്പുകളിലെ 6 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടാകുന്നതായിരിക്കും. നിലവിൽ മഹാരാഷ്ട്രയിലെ സാഹചര്യം, അതായത് നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നിവയുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെല്ലാം പഠിച്ചതിന് ശേഷം ഒരു കരട് നിയമം കൊണ്ടുവരുമെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ ഇത്തരമൊരു നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമിതി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ കരട് റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മഹാരാഷ്ട്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.